ഓക്കെ സോ അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. സോ ഇന്ന് 23rd January 2026. സോ ഇന്നത്തെ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇന്നത്തെ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയാണ്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് പരാക്രം ദിവസ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും. ഓക്കെ സോ പരാക്രം ദിവസ് ആക്ച്വലി സ്ലൈഡിൽ ഫസ്റ്റ് എഴുതിയേക്കുന്നതിനകത്ത് സ്പെല്ലിങ്ങിന്റെ മിസ്റ്റേക്ക് ഉണ്ട്. PRA എന്നാണ് എഴുതിയേക്കുന്നത്. ആക്ച്വലി പരാക്രം ദിവസ്. ഓക്കെ പരാക്രം ദിവസ് ആണ് എന്താ 23rd January എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ബർത്ത്ഡേ അല്ലെങ്കിൽ ബർത്ത്ഡേ ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആൻഡ് ഫ്രം 2021 ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ ഒരു ദിവസം, അതായത് 23rd January എന്ന് പറയുന്നത് പരാക്രം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇറ്റ്സ് ഫ്രം 2021 ആണ്. 2021 മുതലാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത് ആക്റ്റീവ്ലി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആൻഡ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി അറിയാവുന്ന എന്താണ് എമിനന്റ് അല്ലെങ്കിൽ എസ്റ്റീംഡ് ഫ്രീഡം ഫൈറ്റർ. അദ്ദേഹത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ 1934 സുഭാഷ് ചന്ദ്രബോസ് അറൈവ്ഡ് ഇൻ ജാപ്പനീസ് കൺട്രോൾഡ് സിംഗപ്പൂർ ആൻഡ് ഇഷ്യൂഡ് ഹിസ് ഐക്കോണിക് ഡൽഹി ചലോ കോൾ. സോ ഈ സ്ലോഗൻസ് ഒക്കെ പഠിക്കും നമ്മൾ, ഡു ഓർ ഡൈ. അപ്പം അങ്ങനെ ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻസ് ഉണ്ട്. അതേപോലെ ഡൽഹി ചലോ എന്ന് പറയുന്ന ഒരു ഐക്കോണിക് കോൾ അല്ലെങ്കിൽ സ്ലോഗൻ എന്ന് പറയുന്നത് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആരാണ് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡൽഹി ചലോ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ INA അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ അല്ലെ ഫോർമേഷൻ എന്ന് പറയുന്നതും ആരുടെ അണ്ടറിലായിരുന്നു, അണ്ടർ സുഭാഷ് ചന്ദ്രബോസ് അല്ലെ നേതാജിയുടെ അണ്ടറിലായിരുന്നു. എന്ത് ഈ പറയുന്ന INA ഇന്ത്യൻ നാഷണൽ ആർമി വാസ് ഓൾസോ ഫോംഡ്. സോ ആ രണ്ട് പോയിന്റ്സ് ഞാനിപ്പോ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അതിൽ നിന്ന് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസ് പേപ്പേഴ്സ് ഫ്രീ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു ന്യൂസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന് എന്ത് ചെയ്യുന്നുണ്ട് CRPFന്റെ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ CRPFന്റെ മെൻ കമാൻഡോസിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് എ വുമൺ ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഷീ ഈസ് എ വുമൺ ഓഫീസർ ഇൻ CRPF itself. It's Simran Bala. Simran Bala എന്ന് പറയുന്ന ലേഡി ആയിരിക്കും എന്ത് ചെയ്യുന്നത്. ഷീ ഈസ് ഗോയിങ് ടു ലീഡ് ഓൾ മെൻ CRPF കോൺറ്റിജന്റ് എന്ന് പറയുന്നത് ഇൻ ദിസ് റിപ്പബ്ലിക് ഡേ പരേഡ്. ഓക്കെ അപ്പൊ ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ വുമൺ ഓഫീസർ ആയിട്ടുള്ള സിമ്രാൻ ബാല ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ CRPFനെ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് ചോദിച്ചാൽ ഷീ ഈസ് ദ ഫസ്റ്റ് വൺ ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ ടു കം ടു എന്താ ഒരു ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നത് ഈ പരേഡിനെ എന്ത് ചെയ്യുന്നത് CRPFന്റെ പരേഡിനെ നേതൃത്വം നൽകാൻ വേണ്ടി ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വരുന്ന ഫസ്റ്റ് വനിതയാണ് ആര് സിമ്രാൻ ബാല എന്ന് പറയുന്നത്. ഓക്കെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് a joint team of women daredevils from the CRPF and Sashastra Seema Bal riding Enfields bullets bikes will also be a part of the parade. അതായത് ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിന്റെ അനദർ ഇമ്പോർട്ടൻസ് ആണ് എന്ത് എടുത്തേക്കുന്നത് വുമൻ ടീം ആയിട്ടുള്ള daredevils from the CRPF and SSB Sashastra Seema Bal and riding Enfield bullet bikes will also be a part of the parade. അപ്പൊ ഈ ഒരു പരേഡിന് വുമൻ എംപവർമെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുണ്ട് ഉണ്ട്. ഓക്കെ അതുപോലെ നമ്മൾ ന്യൂസിൽ ഈ ഇടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നു എന്താണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാമലിനെ എന്ത് ചെയ്യുന്നുണ്ട് ആർമി ഈ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് ക്യാമൽ മൗണ്ടഡ് ട്രൂപ്സ് ഈ പ്രാവശ്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഫ്രം ദ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ക്യാമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ക്യാമൽ അല്ല, ഒരു -40°C വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൾഡിനെ എന്ത് ചെയ്യാൻ പറ്റുന്നേ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്ന ബോഡി ഫുള്ള് ഹെയർ ആയിട്ടുള്ള ഒരു യാക്ക് പോലെ ഇരിക്കുന്ന ടൈപ്പില് ഉള്ള ഒരു ക്യാമലിന്റെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു റെപ്രസെന്റേഷനും എന്തുണ്ട് ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ന്യൂസിലാണ് എന്ത് കണ്ടായിരുന്നു, നമ്മൾ കണ്ടു കാണും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ത്രാഷി. ഓക്കെ, ഓപ്പറേഷൻ ത്രാഷി. ആൻഡ് വാട്ട് ഇഫ്, എന്താണ് ഈ ഓപ്പറേഷൻ ത്രാഷി എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷൻ ഫോർ എന്താണ് കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ് ഇൻ ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് കിഷ്ത്വാർ, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ മെയിൻലി ഓപ്പറേഷൻ ത്രാഷി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷൻ ബേസ്ഡ് ഓൺലി ഓൺ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആർമിയുടെ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ത്രാഷി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ എന്താ ടെററിസം ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള മെയിൻ പ്രോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ത്രാഷി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് എന്താ ചെയ്യുന്ന റീജിയൻ, അല്ലെങ്കിൽ അത് സ്പെസിഫിക്കലി ഏത് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീരിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേഷൻ ത്രാഷി എന്ന് പറയുന്ന പ്രോഗ്രാം എന്ത് ചെയ്യുന്നത് ആർമി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എന്ത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. സോ നൗ ദിസ് ഇയർ, ഈ വർഷം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ദ കംപ്ലീറ്റ് 11 ഇയേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്യാമ്പയിൻ. അതായത് ഒരു ക്യാമ്പയിന്റെ 11 ഇയേഴ്സ് എന്ത് ചെയ്യുന്നു എത്തുന്നതാണ് എന്ത് ഈ ഒരു വർഷം. സോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ എന്ന് പറയുന്നത് മെയിൻലി എന്താ ക്യാമ്പയിന്റെ നെയിമിൽ തന്നെ ഉണ്ട്, എന്താണ് മെയിൻലി ഫോക്കസിങ് ഓൺ ഗേൾസ്, അല്ലെങ്കിൽ എന്താ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ എന്താ എംപവർമെന്റ്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ എന്താ ഫീമെയിൽ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ബർത്ത് റേഷ്യോ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള എന്താ ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്ത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ 11th ഇയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്യാമ്പയിൻ. ആക്ച്വലി എന്നാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ January 22, 2015. ജനുവരി 22, 2015 എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാമ്പയിൻ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ അതിന്റെ എന്ത് ചെയ്തിട്ടുണ്ടോ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഗേൾ ചൈൽഡിന്റെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ ഇംപ്രൂവ്മെന്റ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതേപോലെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഹെൽത്ത് വൈസ് ഒക്കെ അവരെ എന്ത് ചെയ്യാൻ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Sampan Pension Portal, developed by the Office of Controller General of Communication Accounts, integrates with Umang Portal. So, first നമ്മൾ അറിയണം എന്താണ് ഉമംഗ് പോർട്ടൽ എന്നുള്ളത്. ഉമംഗ് പോർട്ടൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എന്താ ഒരു ഗവൺമെന്റ് പോർട്ടൽ ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്സിന്റെ എല്ലാത്തിന്റെയും സർവീസസ്, അല്ലെങ്കിൽ എല്ലാ സർവീസസും നമുക്ക് എന്ത് ചെയ്യും, വി വിൽ ഗെറ്റ് ഓൺ സിംഗിൾ ആപ്ലിക്കേഷൻ. സിംഗിൾ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എല്ലാ സർവീസസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്താ ഉമംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സിംഗിൾ യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഓർ മൊബൈൽ ആപ്പ് ടു ആക്സസ് ഗവൺമെന്റ് സർവീസസ് ഓഫേർഡ് ബൈ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ബോഡീസ്. നൗ ആ ഒരു ഉമംഗിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സമ്പൻ. സോ സമ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ദ ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്ഡ്, ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ ഓഫീസ് ഓഫ് ദ കൺട്രോളർ ജനറൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ്. മെയിൻലി അതെന്താ പെൻഷൻ സ്കീമുമായിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ പെൻഷൻ അഡ്മിനിസ്ട്രേഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നതാണ്. സോ നൗ ഈ പറയുന്ന സമ്പൻ എന്ന് പറയുന്ന പോർട്ടൽ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഉമംഗ് എന്ന് പറയുന്ന നമ്മുടെ സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ എന്താ യൂണിഫൈഡ് പ്ലാറ്റ്ഫോമുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്യാനായിട്ട് അവര് തീരുമാനിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് എന്താണ് നമ്മുടെ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൾഡ് വിന്റർ സ്റ്റോമിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. കോൾഡ് വിന്റർ സ്റ്റോം ഫോൺ സെറ്റ് ടു ടേക്ക് ഓവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോൾഡ് വിന്റർ സ്റ്റോം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം the storm is being driven by a powerful surge of Arctic air arriving during what is typically the coldest time of the year. അതായത് യൂഷ്വലി ഈ ഒരു വിന്റർ സീസണിൽ ആർട്ടിക്കിൽ നിന്ന് വരുന്നത്, ആർട്ടിക് റീജിയനിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആർട്ടിക്കിൽ നിന്ന് വരുന്ന എയർ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു കോൾഡ് വിന്റർ സ്റ്റോമിനെ ഡ്രൈവ് ചെയ്ത് എന്ത് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും റിലേറ്റഡ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്ലേസസിലൊക്കെ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ആക്ച്വലി ഇത് ഈ നെയിം ഫേൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല, അവർ
ഡിക്ലെയർ ചെയ്തിട്ടില്ല. വെതർ ചാനൽസ് അതുപോലെ തന്നെ മീഡിയാസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ ഒരു ഫേൺ എന്ന് പറയുന്ന ഒരു പേര് എന്ത് ചെയ്തത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടില്ല. ഈ ഒരു കോൾഡ് വിന്റർ സ്റ്റോമിന് ആരും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ പേരൊന്നും സജസ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസിൽ എന്ത് ചെയ്താ, റീസെന്റ് ആയിട്ട് നമ്മൾ ന്യൂസിൽ കണ്ട ഒരു കാര്യമാണ് എന്ത്, ദ പെയിന്റഡ് ഔട്ട്ലൈൻ ഓഫ് എ ഹ്യൂമൻ ഹാൻഡ് ഇൻസൈഡ് എ കേവ് ഓൺ ദ ഇൻഡോനേഷ്യൻ ഐലൻഡ് ഓഫ് മുനാസ് റെപ്രസെന്റ്സ് വാട്ട് റിസർച്ചേഴ്സ് ആർ കോളിംഗ് ദ ഓൾഡസ്റ്റ് എക്സാമ്പിൾ ഓഫ് റോക്ക് ആർട്ട് ഇൻ ദ വേൾഡ്. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും എന്താ ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും പഴയ ഒരു റോക്ക് ആർട്ട്. റോക്ക് ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ റോക്ക് ആർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് കാണുന്നത് നമ്മൾ വയനാട്ടിലുണ്ട്, എടയ്ക്കൽ കേവ്സിൽ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെയുള്ള ഒരു റോക്ക് ആർട്സ് അല്ലെ പെയിന്റിങ്സ് ഏറ്റവും പഴക്കമുള്ളതെന്ന് നമുക്ക് ഇപ്പൊ ഓൾറെഡി ഉള്ളതിൽ നിന്ന് ഏറ്റവും പഴക്കമുള്ളത് എന്ന് എന്ത് ചെയ്യാം, റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച ഒരെണ്ണമാണ് എന്താണ് മൂന എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ഐലൻഡിൽ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് അറ്റ്ലീസ്റ്റ് 67,800 years ago ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരിപ്പോ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ ഇന്തോനേഷ്യൻ ഐലൻഡ് ഓഫ് മുനയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഹാൻഡ് ഇൻസൈഡ്, അതായത് പെയിന്റിങ് ഔട്ട്ലൈൻ ഓഫ് എ ഹ്യൂമൻ ഹാൻഡ്, ഒരു മനുഷ്യന്റെ കൈ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു റോക്ക് ആർട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടിരിക്കുന്നത്. സോ ഇൻ ഇന്തോനേഷ്യൻ ഐലൻഡ് ഓഫ് ന്യൂണ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇന്ത്യ വെൽക്കംസ് സ്പെയിൻ ടു ദ ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ്സ് IPOI. So Spain has formally joined the Indo-Pacific Oceans Initiative with its foreign minister handing over the declaration of accession to S. Jaishankar. അതായത് ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ്സിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ജോയിൻ ചെയ്തത് ആരാണ്, സ്പെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, join ചെയ്തിട്ടുണ്ട്. The Indo-Pacific Oceans Initiative is a non-treaty voluntary cooperative framework for practical maritime collaboration among like-minded countries in the Indo-Pacific Ocean. അതായത് Indo-Pacific region അല്ലെങ്കിൽ Indo-Pacific Ocean regions എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ചുറ്റിനുമുള്ള എന്ത് ചെയ്തിട്ടുണ്ട് കൺട്രീസ് ചേർന്നിട്ടുള്ള ഒരു നോൺ ട്രീറ്റി വോളണ്ടറി കോപ്പറേറ്റീവ് ഫ്രെയിംവർക്ക്. ഇതൊരു ട്രീറ്റിയുടെ ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ടോ എന്ത് ചെയ്തിട്ടല്ല, ഫോം ചെയ്തതല്ല. ഇറ്റ് ഈസ് എ വോളണ്ടറി കോപ്പറേറ്റീവ് ഫ്രെയിംവർക്ക് ഫോർ പ്രാക്ടിക്കൽ മാരിടൈം കൊളാബറേഷൻ എമംഗ് ലൈക്ക് മൈൻഡഡ് കൺട്രീസ്. ഇത് ഒരേ മനസ്സോടെ മാരിടൈം അല്ലെങ്കിൽ എന്താ പ്രാക്ടിക്കൽ മാരിടൈം കൊളാബറേഷൻസിന് വേണ്ടി ഉള്ള കുറച്ച് കൺട്രീസ് ചേർന്നിട്ട്, ഇൻഡോ പസഫിക് റീജിയനിലുള്ള കുറച്ച് കൺട്രീസ് ചേർന്നിട്ടുള്ള ഒരു നോൺ ട്രീറ്റി വോളണ്ടറി അല്ലെങ്കിൽ എന്താ ഒരു ഫ്രെയിംവർക്ക് മാത്രമാണെന്ന് പറയുന്നത് ഇൻഡോ പസഫിക് ഓഷ്യൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫ്രെയിംവർക്കിലേക്ക് ഇപ്പൊ പുതിയതായിട്ട് ആരും കൂടെ ജോയിൻ ചെയ്തു, സ്പെയിൻ ഹാസ് ഓൾസോ ലോഞ്ച്. സ്പെയിനും എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. സോ അറ്റ് ഫസ്റ്റ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത്, ഇറ്റ് വാസ് ലോഞ്ച് ഇൻ 2019, announced at the East Asia Summit at Bangkok. ബാങ്കോക്കിൽ വെച്ച് നടന്ന ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിലാണ് ഫസ്റ്റ് എന്ത് ചെയ്തത്, ഈ ഒരു ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എന്ത് ചെയ്തത് വന്നതും അതിന്റെ ഭാഗമായിട്ടാണ് അതിലേക്ക് മറ്റുള്ള കൺട്രീസ് അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിലുള്ള മറ്റുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തത് വന്ന് ജോയിൻ ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു ഇനിഷ്യേറ്റീവിന് തുടക്കമിട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ഒരാൾ എന്ത് ചെയ്യണം, പ്രപ്പോസ് ചെയ്യണം അല്ലെ. സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ. ഇന്ത്യ ആണ് എന്ത് ചെയ്തത്, ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിംവർക്ക് എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ചത്. ബിൽഡിംഗ് ഓൺ ദ സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ ഡോക്ട്രൈൻ. അതായത് ഇൻഡോ പസഫിക് റീജിയനിലുള്ള എല്ലാ കൺട്രീസിന്റെയും സെക്യൂരിറ്റിയും ഗ്രോത്തും ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ എന്താ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാഗർ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ സാഗർ എന്ന് പറയുന്ന ഒരു ഡോക്ട്രിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ ഈ ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ്. സോ ഈ ഫ്രെയിംവർക്ക് എന്ത് ചെയ്തത്, ലോഞ്ച് ചെയ്തത്. സോ അതിലേക്കാണ് ഇപ്പൊ ആര് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്, സ്പെയിൻ ഹാഡ് ജോയിൻഡ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ്. അതായത് ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റീസ് അല്ലെങ്കിൽ സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റീസ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്തിരിക്കുന്നത് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്തെന്ന് പറയുന്നത് നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇൻ ജാനുവരി 2026 അക്കോർഡിംഗ് ടു നംബിയോ സേഫ്റ്റി ഇൻഡെക്സ് rankings by Numbeo, a crowdsourced global database, Mangaluru emerged as the safest city in India. ഇതൊരു ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് ആണ്. സോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സിന്റെ അണ്ടറിൽ
ഇന്ത്യയിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് സിറ്റി ആയിട്ട് ഇപ്പൊ എമർജ് ചെയ്തിരിക്കുന്നത് ആസ് പെർ ദിസ് ഇൻഡെക്സ് ഏതാണ്? മംഗളൂരു ആണ്, അതായത് കർണാടകയിലാണ് ഈ പറയുന്നത്. സോ കർണാടകയുടെ റാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മംഗളൂരുവിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 46 ആൻഡ് സ്കോർ ഈസ് 74.4 ആണ്. ആൻഡ് ഇത് നമ്മൾ ഗ്ലോബലി എന്ത് ചെയ്യുന്നു, സേഫസ്റ്റ് സിറ്റി ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് കിങ്ഡാവ് ഷാങ്ഡോങ് ഇൻ ചൈന. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബുദാബി UAE. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ദോഹയാണ്, ഖത്തർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പറയുന്ന നംബിയോ എന്ന് പറയുന്നതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെൽഗ്രേഡ്, സെർബിയയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2009 എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നംബിയോ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് എന്ത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നാഷണൽ ലെജിസ്ലേറ്റീവ് ഇൻഡെക്സ്. സോ എന്താ, the 86th All India Presiding Officers Conference, Lok Sabha Speaker Om Birla announced the initiation of a national legislative index to objectively assess and compare the performance of legislatures. അതായത് എന്താ നിയമസഭകളുടെ പ്രവർത്തനവും അല്ലെങ്കിൽ എന്താ അവരുടെ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അസസ് ചെയ്യാനും അവർക്ക് ഇനി മുതൽ എന്ത് ചെയ്യുന്നു അവരുടെ പെർഫോമൻസിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു they are going to give some index. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഇത് ഇൻഡെക്സുകൾ കൊടുക്കാനായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് 86th ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു they have decided. ആൻഡ് അവർ ലോക്സഭ സ്പീക്കർ ഓം ബിർള എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇനിഷ്യേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഇനിഷ്യേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് he has announced the initiation. So the National Legislative Index is a proposed performance evaluation framework to objectively measure and compare the functioning of parliament and state legislatures using pre-defined indicators. കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കാണും. സോ ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ലെജിസ്ലേച്ചേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് വിലയിരുത്താനായിട്ട് പോകുന്നത്. ആൻഡ് ഓൺ ദ ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് എന്ത് ചെയ്യും they will be given some ranks. അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യും കുറച്ച് റാങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് RBI അപ്രൂവ് കേസാദ് ബറൂച്ച അപ്പോയിന്റ്മെന്റ് അറ്റ് HDFC ബാങ്ക്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് മാത്രം ഡിഫറെന്റ് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ the RBI has approved the appointment of കേസാദ് ബറൂച്ച as a whole time director on the bank's board. അതായത് ബാങ്ക് ബോർഡിലെ തന്നെ ഒരു ഹോൾ ടൈം ഡയറക്ടർ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് കേസാദ് ബറൂച്ച എന്ന് പറയുന്ന ആളിനെ എന്ത് ചെയ്തിരിക്കുന്നത് RBI അപ്രൂവ് ചെയ്തിരിക്കുന്നത്. HDFC Bank was incorporated in August 1994 in the name of HDFC Bank Limited with its registered office in Mumbai. And the bank commenced operations as a scheduled commercial bank in January 1995. So HDFC ബാങ്കിന്റെ ഒരു ഹിസ്റ്ററി എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഒരു പേര് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. സോ RBI അപ്രൂവ് ചെയ്ത കേസാദ് ബറൂച്ചയാണ് എന്ത് ചെയ്തത് വാസ് അപ്പോയിന്റഡ് ആസ് എ ഹോൾ ടൈം ഡയറക്ടർ ഓൺ ദ ബാങ്ക്സ് ബോർഡ്. ബാങ്ക്സ് ബോർഡിൽ തന്നെ ഒരു ഹോൾ ടൈം മെമ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കേസാദ് ബറൂച്ച എന്ന് പറയുന്ന ആളിനെ എന്ത് ചെയ്തിട്ടുണ്ട് RBI has approved. ആ ഒരു അപ്പോയിന്റ്മെന്റ് RBI എന്ത് ചെയ്തിട്ടുണ്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇത്രയാണ് എന്ത് ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യാം ഞാൻ എല്ലാ പോയിന്റ്സും അതായത് നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ് അതായത് ഇന്നത്തെ ദിവസം അതായത് 23rd January എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത. സോ ഇറ്റ് വാസ് പരാക്രം ദിവസ്. സോ പരാക്രം ദിവസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ആണ് എന്തെന്ന് പറയുന്നത് പരാക്രം ദിവസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആസ് എന്താ 2021 മുതലാണ് എന്ത് ചെയ്തത് ഈ ഒരു പരാക്രം ദിവസമായിട്ട് ഇതിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ നമുക്കറിയാം ഫേമസ് സ്ലോഗൻ ഏതാ ഡൽഹി ചലോ എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ. ആൻഡ് ഓൾസോ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമി ആരുടെ അണ്ടറിൽ ഫോം ചെയ്തതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ അണ്ടറിൽ ഫോം ചെയ്ത അസോസിയേഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ നോക്കിയത് അബൌട്ട് ദ സിമ്രാൻ ബാല ദ CRPF വുമൺ ഓഫീസർ. സോ ഷീ വിൽ ബി ലീഡിംഗ് ദ CRPF men battalion അല്ലെങ്കിൽ contingent in this Republic Day parade. So and she is the only one woman officer. She is the first and the foremost woman officer from Jammu and Kashmir to came to this CRPF head അല്ലെങ്കിൽ ഈ ഒരു CRPF-നെ ലീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ CRPF-ലേക്ക് വരുന്ന ഫസ്റ്റ് വുമൺ ആണ് എന്തെന്ന് പറയുന്നത് സിമ്രാൻ ബാല എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓപ്പറേഷൻ ത്രാഷി
So Operation Trashy എന്ന് പറയുമ്പോൾ it was an operation for counter terrorism, or it is against anti-terrorism, and it is focused on the area J&K, Jammu and Kashmir ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആന്റി ടെററിസം അല്ലെ കൗണ്ടർ ടെററിസം മൂവ്മെന്റ് ആണ് എന്താ ഓപ്പറേഷൻ ട്രാഷി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആന്തോളൻ, സോ അല്ലെങ്കിൽ അതിന് ക്യാമ്പയിൻ, ആൻഡ് ഇറ്റ് വാസ് ദ 11 years of that campaign. So അതിനകത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ വാസ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഇൻ January 22, 2015. And next one എന്ന് പറയുന്നത് we discussed about Muna Island. That is the ഒരു oldest ആയിട്ടുള്ള പെയിന്റിംഗ്, ഹ്യൂമൻ ഹാൻഡിന്റെ പെയിന്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്തോനേഷ്യൻ ഐലൻഡ് ആയിട്ടുള്ള മുന ഐലൻഡിന്റെ കേവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി, അല്ലെങ്കിൽ റിസർച്ചേഴ്സ് എന്ത് ചെയ്തു, ദേ ഹാവ് എക്സ്കവേറ്റഡ്. സോ അതാണ് ഏറ്റവും എന്താ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്ക്, റോക്ക് ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പെയിൻ ഹാസ് ജോയിൻഡ് ദ ഇൻഡോ പസഫിക് ഓഷ്യൻ ഓർഗനൈസേഷൻ. അപ്പം അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ ട്രീറ്റി വോളണ്ടറി അസോസിയേഷൻ among the countries in the Indo-Pacific region. So ആ ഒരു അസോസിയേഷനിലേക്ക് ആരും കൂടെ ജോയിൻ ചെയ്തു. Now Spain has also joined, and it was launched by India. ഇന്ത്യ ആണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രോഗ്രാം അല്ലെ ഇൻഡോ പസഫിക് ഓഷ്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. നെക്സ്റ്റ് വൺ നംബ്യോ ഇൻഡെക്സ് ആയിരുന്നു, നംബ്യോ ഗ്ലോബൽ ഇൻഡെക്സ്, ദാറ്റ് ഈസ് എമംഗ് ദ സേഫസ്റ്റ് സിറ്റി. സോ ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് സിറ്റി ആയിട്ട് ആ ഒരു ഗ്ലോബൽ ഇൻഡെക്സിനകത്ത് വന്നിരിക്കുന്നത് മംഗളൂരു ആൻഡ് കർണാടക ആൻഡ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ നാഷണൽ ലെജിസ്ലേറ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാസ് അനൗൺസ്ഡ്, അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മുടെ ലോക്സഭ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർള, ഹി ഹാസ് അനൗൺസ്ഡ് ദാറ്റ് now onwards we will be having some indicators for the evaluation of the legislatures, state legislatures and parliament ne evaluate cheyan vendite we are going to have an index called the national legislative index. And next one ennu parayunnathu the last news, that is RBI approved Kezad Bharucha as the whole time director on the banks board le oru whole time director aayittu Kezad Bharuche endu cheyidittundu RBI appoint ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതത്രയാണ് എന്ത് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇപ്പം എല്ലാം എന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ സ്ലൈഡ്സിലൂടെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഗോ ത്രൂ ചെയ്യുക.